ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം റിയാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുമോ ബ്രോ, അതുപോലെ തന്നെ എന്താണ് വിന്നിങ് പ്രോഡക്റ്റ് ഒന്നും വിറ്റിട്ട് സെയിൽസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ദിവസം 5 or 6 ഓർഡറേ കിട്ടുന്നുള്ളൂ, എന്തുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ എന്ത് പ്രോഡക്റ്റാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി ഒരു വിന്നിങ് പ്രോഡക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക, നല്ലപോലെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് പ്രോഡക്റ്റ് ഷുഡ് ഐ സെൽ ഓർ വാട്ട് ഈസ് എ വിന്നിങ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു വിന്നിങ് പ്രോഡക്റ്റ് ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആ ഒരു പ്രോഡക്റ്റിന് വേണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതാണ് പ്രോബ്ലം സോൾവിങ്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഒരു പർട്ടിക്കുലർ പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ളൊരു കാര്യം ഈസി ആക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പെയിൻ പോയിൻ്റ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഓഫ് സ്റ്റൈൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഈസി ആക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലാണ് പ്രോബ്ലം സോൾവിങ്. അതുപോലെ പല പ്രശ്നങ്ങളും പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ തന്നെ മീനിങ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വാവ് ഫാക്ടർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഇമ്പ്രസ് ആവുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ തന്നെ അവർ ഇതെന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് പോകും. ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ആസ്ട്രോണറ്റ് പ്രൊജക്ടർ, ആ ഒരു പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളെ റൂമിൽ അത് വെച്ചിട്ട് ഓണായി കഴിഞ്ഞാൽ നിങ്ങളുടെ റൂം കാണാൻ ഒരു ഗാലക്സി പോലെ അല്ലെങ്കിൽ ഒരു സ്പേസ് പോലെ അങ്ങനത്തെ രീതിയിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു വാവ് പ്രോഡക്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കസ്റ്റമേഴ്സ് കാണുമ്പോൾ തന്നെ അവരുടെ മൈൻഡിൽ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുകയാണ്, മനസ്സിലായത്? അതാണ് ഗ്രാബ് അറ്റൻഷൻ ഓൺ ഇമ്പൾസ് എന്ന് പറയുമ്പോൾ അവരെ മൈൻഡിൽ ഒരു ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യണം, ഇത് വാങ്ങണം എന്നുള്ള കാര്യം ക്രിയേറ്റ് ചെയ്യണം. ഈ ഗ്രാബ് അറ്റൻഷൻ ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആപ്പിളിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് തന്നെ കുറേ മുമ്പ് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുമ്പം നമുക്ക് അപ്പോഴപ്പോൾ റിസൾട്ട് വേണം. എന്ന് പറഞ്ഞാൽ ഇന്ന് അഡ്വർടൈസ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ റിസൾട്ടും വേണം. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ് വേണം നിങ്ങൾ കണ്ടുപിടിക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങളെ പ്രോഡക്റ്റ് കണ്ടിട്ട് ഇത് നല്ല പ്രോഡക്റ്റാണ് എനിക്ക് വാങ്ങിക്കണം എന്ന് വിചാരിക്കാതെ അപ്പം തന്നെ അവർക്ക് കയറി വാങ്ങിക്കാനുള്ള ഒരു മൈൻഡ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതാണ് ഗ്രേവ് അറ്റൻഷൻ ഓൺ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൊണ്ടെന്ന് പറയുന്നത് അവൈലബിലിറ്റിയാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, പോപ്പുലർ ബ്രാൻഡ്സ് അല്ലെങ്കിൽ നോർമൽ ഷോപ്സ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പെട്ടെന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് ആയിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആമസോണിൽ ഇപ്പോൾ ഈസിലി ഫൈൻഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അവരിപ്പോൾ നിങ്ങളെ പ്രൊഡക്റ്റ് കണ്ടാൽ തന്നെ ആദ്യം പോയി ആമസോണിലായിരിക്കും അടിച്ച് നോക്കുന്ന സമയത്ത് അവിടെ വില കുറവായിരിക്കും, ചില സമയത്ത് വില കൂടുതലായിരിക്കും, ചിലപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും, ചിലപ്പം സപ്ലയർ റേറ്റിംഗ് ഉള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അവർ അതിൽ നിന്ന് വാങ്ങിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ആമസോൺ ഒരു ട്രസ്റ്റഡ് ആപ്പാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ ആമസോൺ ഇപ്പോൾ എന്ത് പ്രൊഡക്റ്റ് വന്നാലും ഞാനായ പോലും ഇപ്പോൾ ആദ്യം പോയി സെർച്ച് ചെയ്ത് നോക്കണം ആമസോണിലാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണും. അതുപോലെ ഫ്ലിപ്കാർട്ടിലും പോയി നോക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ പോപ്പുലർ ബ്രാൻഡ്സ്, ഇപ്പം വലിയ ബ്രാൻഡ്സൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ വേറെ കോപ്പി വിറ്റ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതേ മോഡലിൽ വിറ്റ് കഴിഞ്ഞാലോ നമ്മുടെ പ്രൊഡക്റ്റ് പോകാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ നോർമൽ ഷോപ്സിൽ, അടുത്തുള്ള ഷോപ്സിൽ അല്ലെങ്കിൽ കൺവീനിയൻസ് സ്റ്റോർസിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളാണെങ്കിൽ നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് അടുത്ത് കിട്ടുന്ന സാധനം അവരെന്തുകൊണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അവൈലബിലിറ്റി നോക്കുമ്പോൾ നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, പോപ്പുലർ ബ്രാൻഡ്സ് അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്സ് അങ്ങനത്തെ സ്ഥലത്ത് കിട്ടാത്ത പ്രോഡക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈസിലി കിട്ടാത്ത പ്രോഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ സെല്ല് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇത്രയും ദിവസം സെല്ല് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇമ്പ്രസ്ഡ് ഉള്ള ഈ 2 പോയിന്റുകളാണ്. എന്ന് പറയുന്നത് ലെസ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് യൂണീക്ക് പ്രോഡക്റ്റ്. ഈ 2 നിങ്ങൾ അങ്ങനത്തെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 90% സക്സസ് റേറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലെസ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് വേറെ ആരും വിൽക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ അവർക്കൊരു ഓപ്ഷൻ ഇല്ല, നിങ്ങളിൽ നിന്ന് വാങ്ങിക്കുക, അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വാവ് ഫാക്ടറി, പ്രോബ്ലം സോൾവിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വേറെ കോമ്പറ്റീറ്റേഴ്സ് ആരും ഇല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ചാൻസ് വരുമ്പോൾ നിങ്ങൾക്ക് സെയിലും കാര്യങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്.
അതുപോലെ തന്നെ യുണീക്ക് പ്രോഡക്റ്റ്, അവരിപ്പോൾ പെട്ടെന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രോഡക്റ്റ് ആയിരിക്കും, അപ്പോൾ പുതിയ പ്രോഡക്റ്റ്, അതുപോലെ മറ്റുള്ളവരൊന്നും വാങ്ങിക്കാനുള്ള ഇതില്ല, ലെസ് കോമ്പറ്റീറ്റേഴ്സാണ്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെ നിന്നുള്ളത് വാങ്ങിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ നിങ്ങൾക്ക് വൈഡർ ഓഡിയൻസും കാര്യങ്ങളൊക്കെ കിട്ടും. എന്ന് പറഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഇല്ല, വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ അവരിപ്പം നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 90% സക്സസ് റേറ്റ് ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നത്. ലെസ് കോമ്പറ്റീറ്റേഴ്സ് യൂണീക്ക് പ്രൊഡക്റ്റും ആണെങ്കിൽ നിങ്ങൾക്ക് 90% സക്സസ് റേറ്റ് ആണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു സക്സസ് റേറ്റിലോട്ട് എത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഞാനിത് കണ്ടുപിടിക്കാൻ കുറേ ദിവസമായി. എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ കുറേ വിന്നിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ഡിമാൻഡുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഹൈ ഡിമാൻഡിലിരിക്കുന്ന പ്രോഡക്റ്റ്, അങ്ങനത്തെ പ്രോഡക്റ്റൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് പറയുമ്പോൾ ഹൈ ഡിമാൻഡിലിരിക്കുന്ന പ്രോഡക്റ്റ് ആകുമ്പോൾ ആവശ്യത്തിലധികം കോമ്പറ്റീറ്റേഴ്സും കാണും. അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റ് യുണീക്ക് അല്ലാതാവും. എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ആ ഒരു പ്രോഡക്റ്റ് വന്നത്. എക്സാമ്പിൾ ബ്ലെൻഡർ ഇറങ്ങിയ സമയത്ത് ഹൈ ഡിമാൻഡും കാര്യങ്ങളും, അതുപോലെ ഫുള്ള് കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു മാർക്കറ്റ് ഫുള്ള്. അപ്പോൾ തുടക്കത്തിൽ വിറ്റവർക്ക് നല്ല സെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫസ്റ്റ് യുണീക്ക് പ്രോഡക്റ്റ് നിങ്ങൾ ലെസ് കോമ്പറ്റീറ്റേഴ്സ് നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഉറപ്പായും ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ 2 പോയിൻ്റ് എന്തായാലും ശ്രദ്ധിക്കുക. ലെസ് കോമ്പറ്റീറ്റേഴ്സും ആയിരിക്കണം, നിങ്ങളുടെ പ്രൊഡക്റ്റ് യുണീക്കും ആയിരിക്കണം. ഓക്കെ, എന്ന് പറയുമ്പോൾ പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ വോ ഫാക്ടർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ലെസ് കോമ്പറ്റീറ്റേഴ്സും യൂണീക്ക് പ്രൊഡക്റ്റും ആയിരിക്കണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ ഒരു സക്സസ് റേറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ബാലൻസ് ചെയ്ത് പോകുമായിരിക്കും, ചിലപ്പോൾ ലോസ് വരുമായിരിക്കും, ചിലപ്പോൾ കുറച്ച് പ്രോഫിറ്റ് വരുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഹൈ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് യുണീക്ക് പ്രൊഡക്റ്റ് ആയിരിക്കണം. അതുപോലെ കോമ്പറ്റീറ്റേഴ്സ് ലെസ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഗ്രോത്ത് പൊട്ടൻഷ്യൽ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോത്തിലേക്ക് പോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ എന്തൊക്കെയാണ് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കൂടുതൽ സെയിലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രോത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ജനറേഷൻ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക. എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ ഒരു എയർപോഡ്സ് എന്ന് പറഞ്ഞാൽ എയർപോഡ്സ് എന്നും പറയാം, അതുപോലെ എയർപോഡ്സ് 2.0 എന്നും പറയും. എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള എയർപോഡ്സ് ഉണ്ട്. പക്ഷേ ഈ എയർപോഡ്സിനെക്കാളും കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് ഇമ്പ്രസ് ആവുന്നത് എയർപോഡ്സ് 2.0 ആണ്. 2.0 എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഒരു സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ വെർഷൻ അങ്ങനത്തെ രീതിയിൽ അവരുടെ മൈൻഡിലോട്ട് പോകും. എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു പെൻഡ്രൈവ് ആണ്. ഈ ഒരു പെൻഡ്രൈവ് നിങ്ങൾക്ക് നോർമൽ പെൻഡ്രൈവ് കൊണ്ടുണ്ട് USB മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇതൊരു സെക്കൻഡ് ജനറേഷൻ പെൻഡ്രൈവ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ C ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് USB ടൈപ്പും ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു വിന്നിങ് പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇത് റീറ്റെയിൽ സ്റ്റോറിൽ കിട്ടുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിലും കാര്യങ്ങളും കിട്ടില്ല. ഞാനിപ്പോൾ സെക്കൻഡ് ജനറേഷൻ എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ C പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ USB പോർട്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ നിങ്ങളെ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൂടും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം വേറൊരു പ്രോഡക്റ്റ് പറയുമ്പോൾ പോസ്റ്റർ കറക്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതിപ്പോൾ എല്ലാ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ആ ഒരു പ്രോഡക്റ്റ് വിറ്റിട്ടായിരിക്കും എന്തായാലും ഡ്രോപ്പ് ഷിപ്പിങ്ങിലേക്ക് വരുന്നത്. പക്ഷേ ആ ഒരു പ്രോഡക്റ്റ് സെക്കൻഡ് ജനറേഷനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റ് ചെറിയൊരു ഇലക്ട്രോണിക് ഇത് കണക്കായിട്ടുണ്ടെന്ന് വെച്ചാൽ അത് നമ്മൾ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ നമ്മളെ ബാക്ക് വളയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതൊരു വൈബ്രേറ്റിംഗ് ആയിട്ട് നമ്മൾ ബാക്ക് പിന്നെയും കറക്റ്റ് ആക്കാൻ വേണ്ടി ഒരു അലേർട്ട് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ആൾക്കാരിൽ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്നത്, അതുപോലെ തന്നെ കുറേ പേർക്ക് പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു നെക്സ്റ്റ് ജനറേഷൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് റീഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ അങ്ങനെയുള്ള പ്രോഡക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മാർജിൻ അറ്റ്ലീസ്റ്റ് 2x എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ 100 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 2 ഇരട്ടി പ്രൈസിന് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പക്ഷേ അങ്ങനത്തെ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നല്ല പാടായിരിക്കും. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് കാണിച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വളരെ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ സെല്ലാവില്ലെന്ന് എനിക്കറിയത്തില്ല. ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം എങ്ങാണ്ട് സെല്ല് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ കുറഞ്ഞ റേറ്റിലാണ് കിട്ടുന്നത്. ഇത് ഞാൻ 5x 6x മാർജിനിൽ ഞാൻ വിറ്റോണ്ടിരുന്ന പ്രോഡക്റ്റാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയം നല്ല സെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് സ്പെൻഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് വഴി. ഇതെന്ന് പറയുമ്പോൾ ഒരു മിനി സ്പീക്കറാണ്. ഇത്രേ വരുന്നുള്ളൂ, എൻ്റെ ഒരു കൈൻ്റെ ഇത്രേ വരുന്നുള്ളൂ. പക്ഷെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ സെയിലും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ ഇതൊരു വിന്നിങ് പ്രോഡക്റ്റ് ആയിരുന്നു ആ സമയത്ത് എന്ന് പറയുമ്പോൾ. അത്ര നല്ല ഈ ഒരു സ്പീക്കർ ഇറങ്ങിയ സമയമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയൊരു സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പം വീട്ടിലൊക്കെ എല്ലാവരും ഇരിക്കുന്ന സമയമായിരുന്നല്ലോ കൊറോണ ടൈമൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പം എന്തായാലും അവർക്ക് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ വേറൊരു പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രൊഡക്റ്റ് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ അതിപ്പോഴും സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി 120 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ. ഞാൻ വിൽക്കുന്നത് 699 രൂപയ്ക്കാണ്. എന്ന് പറയുമ്പോൾ 3-4 ഇരട്ടി മാർജിനുണ്ട്. ഓക്കെ, അടുത്ത് നിങ്ങൾക്കൊരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെ നിശ്ചയമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ബെസ്റ്റ് കാറ്റഗറി തന്നെ ചൂസ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ തരാം. നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വുമൺസിനെ അട്രാക്റ്റ് ചെയ്യുന്ന കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് സക്സസ് ആവാനുള്ള റേറ്റ് വളരെ കൂടുതലാണെന്ന് പറയുമ്പോൾ വുമൺസ് ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരെ ബ്യൂട്ടി ആയിട്ട് അവർക്ക് ഹെൽപ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ അവരുടെ ടൈം സേവിങ് ആയിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് കാണുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ട് വാങ്ങിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ മെന്നിനെക്കാളും കൂടുതലായിട്ട് ഫീമെയിലായിരിക്കും ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റോർ അത്യാവശ്യം നല്ലൊരു ട്രസ്റ്റബിൾ സ്റ്റോറാണ്. അതുപോലെ തന്നെ അവർക്ക് യൂസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഹെൽപ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ അവർക്ക് ടൈം സേവിങ് ആയിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്ന് വെച്ചാൽ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോറിൽ പെണ്ണുങ്ങൾ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് സക്സസ് ആവും. എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ആണുങ്ങളിപ്പം ഒരു 2-3 തവണ ചിന്തിക്കും ഈ പ്രൊഡക്റ്റ് വേണോ വേണ്ടത്. വുമൺസിനാകുമ്പോൾ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ പെട്ടെന്ന് ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവർ വാങ്ങിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ അപ്പോൾ ആണുങ്ങളെ നോക്കുകയാണെങ്കിൽ റിട്ടേൺ റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. പക്ഷേ പെണ്ണുങ്ങൾ ഇത് വരുമ്പോൾ ഫീമെയിലിൻ്റെ ഒരു RTO റേറ്റ് നോക്കുമ്പോൾ വളരെ കുറവാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും അങ്ങനെ ഒരു നിശ്ചയം സെലക്ട് ചെയ്യും. പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് നിശ്ചയം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ പല കാറ്റഗറീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അങ്ങനത്തെ ഒരു കാറ്റഗറി അല്ലെങ്കിൽ നിശ്ചയം ചൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എക്സ്ട്രാ ടിപ്സ് ആണ്. ഓക്കെ, പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വ്യൂവിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റ് കാണുമ്പോഴുള്ളൊരു ഇമേജിനെയാണ് നിങ്ങൾ പെർസെപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റ് കാണുകയാണ്, ഒരു വിന്നിങ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുകയാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം ഈ ഒരു പ്രോഡക്റ്റ് വിറ്റ് പോവോ, ഞാനാണെങ്കിൽ ഇത് വാങ്ങിക്കുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല. പക്ഷേ അത് വേറൊരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു വൈഡ് ഓഡിയൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ കുറേ ഇതിൽ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ സെല്ല് ആകത്തില്ല അങ്ങനത്തെ ഇതിൽ വെച്ചിരുന്ന പ്രോഡക്റ്റൊക്കെ നല്ലതുപോലെ സെല്ലായിട്ടുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങിക്കും, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് റിലേറ്റീവ്സ് അവരെ കാര്യം വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ മാത്രം വാങ്ങിക്കും, ഇവരിങ്ങനത്തെ ഇത് വാങ്ങിക്കും, അങ്ങനത്തെ ഇതൊക്കെ വാങ്ങിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാതെ നിങ്ങളൊരു പ്രോഡക്റ്റ് വിന്നിങ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സെല്ല് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ വിറ്റ് പോകില്ല എന്ന് വിചാരിക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് വിറ്റ് പോകുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ നിങ്ങളൊരു വ്യൂ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റിനെ കണക്കാക്കാൻ നിൽക്കല്ലോ. ഓക്കെ, ഒരു പ്രോഡക്റ്റ് വിന്നിങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വിന്നിങ് ആണെന്ന് ഇപ്പോൾ ഇത്ര ഫാക്ടർ ഉണ്ട്, പ്രോബ്ലം സോൾവിങ് ഉണ്ട്, പക്ഷേ നിങ്ങൾ വാങ്ങിക്കത്തില്ല ആ പ്രോഡക്റ്റ്. പക്ഷേ അത് വാങ്ങിക്കാനുള്ളൊരു വലിയൊരു വൈഡ് ഓഡിയൻസ് തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ പിന്നിൽ കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ പ്രോഡക്റ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫെയിലിയർ ആൻഡ് എക്സ്പീരിയൻസ്. നിങ്ങളൊരു പ്രോഡക്റ്റ് ഇപ്പോൾ സെലക്ട് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് വിന്നായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകില്ല. അല്ലെങ്കിൽ അടുത്ത പ്രൊഡക്റ്റ് മേടിച്ച് അത് ഉടനെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലാതെ ഇപ്പം ഒരു പ്രൊഡക്റ്റ് വന്ന് ആ ഒരു പ്രൊഡക്റ്റ് ഇതായിപ്പോയി, ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലോസ് ആയിപ്പോയി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉടനെ പിന്നെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്ത്, എനിക്ക് പണ്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, അങ്ങനെ സ്റ്റോപ്പ് ചെയ്തൊന്നും വയ്ക്കാതെ നിങ്ങൾ എന്താ പറയുക, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസിലൂടെ പഠിച്ച് വരും. എന്ന് പറയുമ്പോൾ ഞാനും കുറേ പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്, പക്ഷെ ഒന്ന് വിജയിച്ച് വരത്തില്ല. പക്ഷേ പിന്നീട് ആ ഒരു എക്സ്പീരിയൻസ് പറ്റി നമ്മൾ ഓരോ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്ന തോറും നമുക്ക് കൂടുതൽ വിന്നിങ് പ്രോഡക്റ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ച് വരും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പാഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം ഒരു ക്ലോത്തിങ് ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിൽക്കണമെന്ന് വളരെയധികം താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോയ്സ്
അങ്ങനത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോകാൻ നോക്കുക. അതുപോലെ ഇപ്പോൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫ്യൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കാണും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് നിങ്ങൾക്ക് സെല്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ഓഡിയൻസ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പാഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ മിക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാനുള്ള ഒരു പാഷനായി കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വേണ്ടി ക്ലോത്ത്സ് കിട്ടുന്നവരുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുത്ത് നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ ബൾക്കായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അല്ലാതെ റീസെല്ലിങ് കാര്യങ്ങളൊക്കെ വെബ്സൈറ്റ് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ട്, ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾ അതിലോട്ട് മുന്നോട്ട് പോകുക. എന്ന് പറഞ്ഞാൽ പാഷനോട് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കൂടുതലുണ്ടാവും, അതിനോട് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ സക്സസ് ആയിട്ടില്ല, ഇനി എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യാതെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് മണി 1500 എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തായാലും ലോസും കാര്യങ്ങളൊക്കെ വരും. ബിഗ്നേഴ്സും ലോസ് കോമൺ ആണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കുറേ വലിയൊരു എമൗണ്ട് തന്നെ എനിക്ക് കുറേ ലോസ് ആയിട്ടുണ്ട് ആദ്യം. പിന്നെ ഒരു വിന്നിങ് പ്രോഡക്റ്റ് എന്താണ്, അതുപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ പല കാര്യങ്ങളും പഠിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതലൂടെ സെയിൽസ് പയ്യെ ഗ്രോത്തായി വരും. അപ്പോൾ എനിക്കും ഫസ്റ്റ് ഞാനും പേയ്മെൻറ്റ് ഗേറ്റ് ഒന്നും ഇല്ലാതെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി മാത്രം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പല പ്രൊഡക്റ്റുകളെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ആകുമ്പോൾ, അതുപോലെ വുമൻസ് കയറുന്ന പ്രൊഡക്റ്റ് ആകുമ്പോൾ വുമൻസ് കൂടുതലായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. മെന്നിനേക്കാളും വുമൺ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി വന്നപ്പോൾ ഞാൻ പയ്യെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ചൂസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓൺലൈൻ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ സ്റ്റോറിൽ വെച്ച് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ക്യാഷ് ഓൺ ഡെലിവറി മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഡേയ്സ് കൂടുന്തോറും നിങ്ങൾ വെബ്സൈറ്റും ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വരും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി 2 or 3 ടൈംസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് റിസർച്ച് ചെയ്യുക. എന്ത് പ്രൊഡക്റ്റ് ഇപ്പോൾ വിറ്റാൽ പോകും, അതുപോലെ തന്നെ എന്താണ് വിന്നിങ് പ്രൊഡക്ട്സ്, കുറേ ഒരു ലോഡ്സ് ഓഫ് വിന്നിങ് പ്രൊഡക്റ്റ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ആൾക്കാർ വാങ്ങിക്കണം, എന്തുകൊണ്ട് വാങ്ങിച്ചുകൂടാ, എങ്ങനത്തെ ഓഡിയൻസിന് ടാർഗറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വേർഡിൽ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. എന്ന് പറയുമ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഡ്സ് ഓഫ് പ്രൊഡക്റ്റ് കാണും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ക്ലിക്ക് ആവുന്നത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കില്ല ഈ ഒരു പ്രൊഡക്റ്റ് വിറ്റ് പോവും എന്ന് വിചാരിക്കത്തില്ല. ചിലപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് വിറ്റ് പോകുന്നത്. എനിക്ക് അങ്ങനത്തെ കുറേ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തും പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ത്യയിൽ ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ഉണ്ട്. നോർത്ത് ഏരിയയിലുള്ളവരൊക്കെ 50 lakhs 40 lakhs ഒക്കെ പെർ മന്ത് ഏൺ ചെയ്യുന്നുണ്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് വഴി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ്, മേക്ക് യുവർ സെയിൽസ്. ബൈ.